അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിനേഷ് ഹിയർ ആൻഡ് വെൽക്കം ടു അവർ വ്ളോഗ്. ഇന്ന് നമുക്ക് ഞാൻ എൻ്റെ വീട്ടിലെ ഫയർ പ്ലേസ് എങ്ങനെ കത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഞാൻ എങ്ങനെയാണ് ഇവിടെ ഫയർ പ്ലേസ് കത്തിക്കുന്നത് എന്നുള്ളതാണ്, അല്ലാതെ ഒരു പ്രോപ്പർ ഗൈഡ് ലൈനോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ അത് മനസ്സിൽ വെച്ചേക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയുള്ള ഫയർ പ്ലേസ് എന്താണെന്നും എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉപയോഗിക്കുന്ന ഫ്യൂവൽ എന്താണെന്നും എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ഡിറ്റാച്ച്ഡ് ബംഗ്ലാവിലാണ്. ഇവിടെ ഫയർ പ്ലേസ് കൂടാതെ ഞങ്ങൾക്ക് ഓയിൽ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഓയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റേഡിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ റേഡിയേറ്റേഴ്സിലെല്ലാം ഹീറ്റ് വരും. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ റേഡിയേറ്റേഴ്സ് അധികം ഉപയോഗിക്കാറില്ല. ഈ വർഷം ഫുള്ള് ഫയർ പ്ലേസ് വെച്ചിട്ടാണ് ഞങ്ങൾ ഹീറ്റ് ഇത് ചെയ്ത് നോക്കിയത്. അപ്പം അതിന് റീസൺ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് തടി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുമല്ല, നമ്മൾ ഫയർ പ്ലേസിന്റെ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഇത് കത്തിക്കുമ്പം കുറച്ച് സമയം എടുക്കും ഇത് ഹീറ്റായി വരാൻ. പക്ഷെ ഹീറ്റായി കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നല്ല ചൂട് ഇതിനകത്ത് നിൽക്കും. റേഡിയേറ്ററിൽ നിന്നുള്ള ആ ഒരു റേഡിയേറ്ററും നല്ല ഹീറ്റ് തരും. പക്ഷെ അതിനെക്കാട്ടിയും നിങ്ങൾക്കറിയാലോ, തീയിൽ നിന്ന് കിട്ടുന്ന ചൂടെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പം ഇവിടെയാണ് ഞങ്ങളുടെ ഫയർ പ്ലേസ് ഇരിക്കുന്നത്. ഇത് കിച്ചണിൽ ഇരിക്കുന്ന ഫയർ പ്ലേസ് ആണ് കേട്ടോ. ഇതിന്റെ ബാക്കിൽ നമുക്ക് വാട്ടറുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇത് സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. വാട്ടറുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പം ഇത് കത്തിച്ച് ചൂടാക്കുമ്പോഴത്തേക്കും നമുക്ക് ചൂടുവെള്ളവും കിട്ടും. ചൂടുവെള്ളത്തിന്റെ ടാങ്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തിളച്ചിട്ട് നമുക്ക് ചൂടുവെള്ളവും കിട്ടും. അതുപോലെ ചൂടുവെള്ളം ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ റേഡിയേറ്ററിലേക്കും ഹീറ്റ് തരും കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ കത്തിക്കണം. ഏകദേശം ഒരു 4-5 മണിക്കൂർ കത്തിക്കുമ്പോഴാണ് നമുക്ക് റേഡിയേറ്ററിലേക്ക് ഹീറ്റ് വരുന്നത്. പക്ഷെ ആദ്യം കത്തിക്കുമ്പോൾ തന്നെ ചൂടുവെള്ളം ചൂടാക്കാനായിട്ട് ഇതിന്റെ ഹീറ്റ് എടുത്തു തുടങ്ങും. പിന്നെ അതുപോലെ ഇത് ഫുള്ളായിട്ട് അങ്ങ് ഹീറ്റായിട്ട് ഈ ഫാനൊക്കെ നല്ല രീതിയിൽ കറങ്ങും. ഇതൊരു വെറുതെ വെച്ചേക്കുന്ന ഒരു ഫാനാണ്. അപ്പം ഇതിന്റെ ബാക്കിലൊരു ഫിലമെന്റ് ഉണ്ട്. ആ ഫിലമെന്റ് വെച്ചിട്ട് അത് ഹീറ്റ് ആകുമ്പോഴത്തേക്കും ആ ഹീറ്റ് എനർജി കൺവേർട്ട് ചെയ്ത് ഈ ഫാൻ ഇങ്ങനെ കറങ്ങി തുടങ്ങും കേട്ടോ. ഇനിയിപ്പം ഫയർ പ്ലേസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഫയർ പ്ലേസ് നിങ്ങൾ പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇരിക്കുന്ന ഫയർ പ്ലേസ് ആണ് കേട്ടോ. സ്റ്റാൻഡ് അലോൺ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇരിക്കുന്നതാണ്. പിന്നെ ഇത് സ്റ്റാൻലി സ്റ്റൗ എന്ന് പറയുന്ന അതിന്റെ കമ്പനിയുടെ ഫയർ പ്ലേസ് ആണ് കേട്ടോ. ഇപ്പൊ ഈ ഫയർ പ്ലേസിന് തന്നെ ഭയങ്കര വിലയുണ്ട്. ഏകദേശം ഒരു 700-800. പിന്നെ ഡിപ്പെൻസ് ഓൺ അതിന്റെ റേറ്റിംഗ്. ഫയർ പ്ലേസിൽ തന്നെ പല പല റേറ്റിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ബെർ റേറ്റിംഗ് പറയുന്ന പോലെ തന്നെ ABCD എന്നൊക്കെ പറഞ്ഞിട്ട് പല പല റേറ്റിംഗ്. അത് എത്രത്തോളം ഹീറ്റ് ഔട്ട്പുട്ട് തരും അല്ലെങ്കിൽ എത്രത്തോളം എഫിഷ്യന്റ് ആണ് എന്നുള്ള രീതിയിൽ ആ റേറ്റിംഗ് മാറിക്കൊണ്ടിരിക്കും. മോഡലും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫയർ പ്ലേസിന്റെ റേറ്റിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫയർ പ്ലേസിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളുടെ ബേസ് ചെയ്തിട്ടും ഫയർ പ്ലേസിനെ തരംതിരിക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് സോളിഡ് ഫ്യൂവൽ ഫയർ പ്ലേസ് ആണ്. അപ്പം ഇതിനകത്ത് നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഫ്യൂവൽസ് ഇട്ട് കത്തിക്കാം. എന്ന് വെച്ചാൽ വുഡ് ഇട്ട് കത്തിക്കാം, ടർഫ്, അതുപോലെ ആന്ത്രസൈറ്റ് എന്നൊക്കെ പറയുന്ന കോള് പോലത്തെ സാധനങ്ങൾ, പിന്നെ കൽക്കരി, പിന്നെ നമുക്ക് ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഐറ്റംസ് ഇട്ട് കത്തിക്കാം. അങ്ങനെ സോളിഡ് ആയിട്ടുള്ള ഫ്യൂവൽസുകളെല്ലാം ഇതിനകത്ത് കത്തിക്കാം. പിന്നെ ചില ഫയർ പ്ലേസ് എന്ന് പറയുന്നത് ഗ്യാസ് ഫയർ പ്ലേസ് ആയിരിക്കും. അപ്പൊ അതെന്ന് പറയുന്നത് ഗ്യാസ് വന്നിട്ട് ഫയർ പ്ലേസ് ഇങ്ങനെ തീ വന്നിട്ട് അത് ചൂടാവുന്നതായിരിക്കാം. പിന്നെ ചിലതെന്ന് പറയുന്നത് പെല്ലറ്റ് ഫയർ പ്ലേസ് എന്ന് പറയും. അപ്പൊ അതിനകത്തെന്ന് പറയുന്നത് പെല്ലറ്റ് ആയിട്ട് അതിന്റെ ഫ്യൂവൽസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള പെല്ലറ്റുകൾ, ഓരോരോ മണികൾ പോലത്തെ പെല്ലറ്റുകൾ ഉണ്ടായിരിക്കും. ആ പെല്ലറ്റ് ഫയർ പ്ലേസിലേക്ക് ഓട്ടോമാറ്റിക്കലി ലോഡായിട്ട് ഫയർ ഇഗ്നൈറ്റ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. അപ്പം അതിനകത്ത് ആ പെല്ലറ്റ് തീരുന്നതിനനുസരിച്ച് നമ്മൾ പെല്ലറ്റ് വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പല പല ഫയർ പ്ലേസുകളുണ്ട്. അതിനകത്ത് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഹീറ്റ് തരുന്ന ഫയർ പ്ലേസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഫയർ പ്ലേസ് എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഗ്യാസ് ഫുള്ളായിട്ട് ബേൺ ചെയ്ത് ഹീറ്റ് തരുന്നുണ്ട്. അതുപോലെ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. സോളിഡ് ഫയർ പ്ലേസ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് സോളിഡ് ഫ്യൂവൽ സ്റ്റൗ എന്നാണ് പറയുന്നത്. സോളിഡ് ഫയർ പ്ലേസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ ആയിട്ട് പറയുന്ന ഫയർ പ്ലേസ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ ഫ്യൂവലും എന്ന് വെച്ചാൽ പല പല സോളിഡ് ഫ്യൂവൽസ് ഇട്ട് കത്തിക്കാൻ പറ്റുന്നത് കൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഫയർ എന്ന് പറയുന്നത് മോസ്റ്റ് നാച്ചുറൽ ആയിരിക്കും. എന്ന് വെച്ചാൽ തടിയാണെങ്കിൽ തന്നെ ഇതിനകത്ത് തടി കത്തുമ്പം ഉണ്ടാകുന്ന ആ ഒരു ടെക്സ്ചറും അല്ലെങ്കിൽ ആ ഒരു ഇപ്പം നമ്മൾ തീ കത്തിക്കുമ്പോൾ ഉള്ള ഒരു പൊട്ടലും അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഏറ്റവും നാച്ചുറലായിട്ട് കിട്ടുന്ന ഫയർ പ്ലേസ് സോളിഡ് ഫയർ പ്ലേസ് ആണ്. അപ്പം അതിനൊരു ട്രഡീഷണൽ വാല്യൂ എന്ന് പറയുന്നത് സോളിഡ് ഫയർ പ്ലേസ് ആണ് എപ്പോഴും ഹൗസിന് ആഡ് ചെയ്യുന്നത്.
പിന്നെ ഇലക്ട്രിക് ഫയർ പ്ലേസസും ഉണ്ട്. ഇലക്ട്രിക് ഫയർ പ്ലേസ് നമ്മളിപ്പം ഇപ്പോഴത്തെ മോഡേൺ ഹോമുകളിലെല്ലാം ഇലക്ട്രിക് ഫയർ പ്ലേസസ് ആണ് വെക്കുന്നത്. കാരണം ഒരു ബേർ റേറ്റിംഗ് കുറയ്ക്കാതിരിക്കാൻ വേണ്ടി. കാരണം ഫയർ പ്ലേസ് വെച്ചാൽ തന്നെ നമ്മുടെ ബേർ റേറ്റിംഗ് വീടിന് കുറയും. കാരണം അവർ വിചാരിക്കുന്നത് നമ്മൾ ഒരു ഇയറിൽ ഇത്രത്തോളം കാർബൺ ഉപയോഗിക്കും എന്നുള്ള ഒരു റേറ്റിംഗിലേക്ക് അവർ നോക്കും. അതുപോലെ ബേർ റേറ്റിംഗ് കുറയാനും ചാൻസ് ഉണ്ട്. സോളിഡ് ഫ്യൂൽ സ്റ്റവും ഫയർ പ്ലേസ് ഒക്കെ നമ്മൾ വെക്കുമ്പോൾ, ഗ്യാസ് ഫയർ പ്ലേസ് ഒക്കെ വെക്കുമ്പോൾ, പിന്നെ ഇലക്ട്രിക് ഫയർ പ്ലേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റേറ്റിംഗ് BER റേറ്റിംഗ് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഹൈ ആയിരിക്കും. പിന്നെ അതുപോലെ ഇലക്ട്രിക് ഫയർ പ്ലേസിന് ഇതുപോലെ കാർബണിന്റെ പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, കാർബൺ എമിഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പം മോഡേൺ ഹോമുകളിലെല്ലാം ഇലക്ട്രിക് ഫയർ പ്ലേസ് ആണ് കൂടുതലായിട്ടും വെക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഞങ്ങൾക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ഫയർ പ്ലേസ് ഒന്നും എടുത്ത് മാറ്റാതെ ഞങ്ങൾ ഇവിടെ തന്നെ കീപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. ഞങ്ങൾക്ക് സോളിഡ് ഫ്യൂൽ സ്റ്റവ് ഇഷ്ടമാണ്. കാരണം ഇതൊക്കെ ഇട്ട് കത്തിക്കുന്ന ആ പ്രോസസ്സും ഇതിന്റെ ഫ്രണ്ടിൽ കത്തിച്ചിട്ടിരിക്കുന്നതും എല്ലാം നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഇത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബാക്കപ്പ് ഓപ്ഷനും കൂടാണ്. നമുക്കിപ്പം കറണ്ട് ഇല്ലെങ്കിലും അല്ലെങ്കിൽ ഓയിൽ തീർന്നു പോയാലും നമുക്ക് ചൂട് കിട്ടും, അതുപോലെ ചൂടുവെള്ളവും കിട്ടും, വീടും നല്ല രീതിയിൽ ഹീറ്റ് ആവും. അതുകൊണ്ടാണ് ഈ സെൻട്രലൈസ്ഡ് ഫയർ ഹീറ്റിംഗ് എന്നുള്ള സോളിഡ് ഫ്യൂൽ സ്റ്റവ് നമ്മൾ ഇവിടെ തന്നെ കീപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഹാളിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഫയർ പ്ലേസ് ഇരിപ്പുണ്ട്. ഇതും ഒരു സ്റ്റാൻഡ് അലോൺ ഫയർ പ്ലേസ് ആണ്. ഇത് നമ്മൾ ഹാളിൽ പല പല വീടുകൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പല ടൈപ്പ് ഫയർ പ്ലേസുകളുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ അതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ എങ്ങനെ അത് ഇരിക്കുന്നതെന്നുള്ള രീതിയിൽ. ഇത് സ്റ്റാൻഡ് അലോൺ ആണ്, എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ചിലത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഫയർ പ്ലേസിൻ്റെ ഇത്രയും മാത്രമേ നമുക്ക് പുറത്ത് കാണാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം ഭിത്തിയുടെ അകത്തോട്ട് കയറിയിരിക്കും, ചിമ്മിനിയുടെ അകത്തോട്ട് കയറിയിരിക്കും. അത് വേറൊരു ടൈപ്പ് ഫയർ പ്ലേസ് ആണ്. അതിന്റെ പേര് എക്സാക്ട്ലി ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പിന്നെ ചില ഫയർ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റൗവേ കാണത്തില്ല, പകരം ഓപ്പൺ ആയിരിക്കും. ഓപ്പൺ ഫയർ പ്ലേസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഓപ്പൺ ഒരു സ്പേസ്, ചിമ്മിനിയുടെ അവിടെ ഓപ്പൺ ആയിട്ടൊരു സ്പേസ് ഉണ്ടാവും. അതിനകത്ത് നമുക്ക് തടിയും കാര്യങ്ങളും ഇട്ട് കത്തിക്കാം. അതിനെ ഓപ്പൺ ഫയർ പ്ലേസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഡിഫറെന്റ് ഫയർ പ്ലേസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിനെ എല്ലാത്തിനെയും കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് പുറത്തിരുന്നാലും ഇതിന്റെ ബാക്കിൽ കൂടെ ചിമ്മിനിയിലേക്കുള്ള കണക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ചിമ്മിനിയിലേക്കുള്ള കണക്ഷൻ. കുറച്ചുകൂടെ അകത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്കേർട്ടിങ്, ചില ഫയർ പ്ലേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഫയർ പ്ലേസിന് ഇങ്ങനെ ഒരു സ്കേർട്ടിങ് അവർ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഫയർ പ്ലേസ് കുറച്ചുകൂടെ അകത്തോട്ട് കയറിയിട്ട് ഈ ഒരു ഡോറ് മാത്രമേ നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഫയർ പ്ലേസും ഉണ്ട്. പിന്നെ ഓപ്പൺ ഫയർ പ്ലേസും ഉണ്ട്, ഒരു ചെറിയ ഹോള് പോലെ ഇരിക്കുന്ന. അതിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഫയർ പ്ലേസ് ആണ് ഏറ്റവും കൂടുതൽ ചൂട് നമുക്ക് തരുന്നത്. കാരണം ഡയറക്റ്റ് തീയുടെ ഹീറ്റ് പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിന് കുറച്ച് റിസ്ക്കും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കനൽ എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടൊരു ഫയർ പ്ലേസ് ഗാർഡൊക്കെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് റിസ്ക് ആണ്. ഈ സ്റ്റാൻഡ് അലോൺ ഫയർ പ്ലേസും ശരിക്ക് ഹീറ്റ് ഭയങ്കരമായിട്ട് തരും. കാരണം ഈ ഫയർ പ്ലേസ് ഇത്രയും രീതിയിൽ ഫുള്ളായിട്ട് അങ്ങ് ഹീറ്റ് ആവും. അതും റിസ്ക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ വേണമെങ്കിൽ വന്ന് തൊട്ട് കഴിഞ്ഞാൽ, ഫുള്ളായിട്ട് ഹീറ്റ് ആകുമ്പോൾ വന്ന് തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് പൊള്ളും. പക്ഷേ അപ്പം നമുക്ക് വേണമെങ്കിൽ ഫയർ പ്ലേസ് ഗാർഡ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ കുറച്ചുകൂടെ ഭിത്തിയിലേക്ക് കയറിയിരിക്കുന്ന ടൈപ്പ് ഫയർ പ്ലേസിന് അങ്ങനത്തെ വലിയ റിസ്കുകളൊന്നുമില്ല. അത് കുറച്ചുകൂടെ അകത്തോട്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഡോറ് മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് അങ്ങനത്തെ റിസ്കുകൾ കുറവാണ്. എന്നാലും ഫയർ പ്ലേസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഫയർ പ്ലേസ് ഗാർഡ് സേഫ് ആണ്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൂസ് ഭയങ്കര അവെയർ ആണ്. ഫയർ പ്ലേസിൽ തീ ഇടുമ്പോഴെല്ലാം ഞങ്ങൾ പറയും. അവർക്ക് അങ്ങനെ പോയി അടുത്തിരുന്ന് തൊടുന്ന കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവിടെയും ഞാനൊരു ഫാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഫാൻ കറങ്ങി തുടങ്ങുമ്പോഴത്തേക്കും കുഞ്ഞൂസിന് അറിയാം ഫയർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കാണാനും പറ്റും. തവയൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചൂടാക്കിയിട്ട് അത്യാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇൻ കേസ് നമുക്കിവിടെ ഇലക്ട്രിസിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ. കാരണം ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ഇലക്ട്രിസിറ്റി ബേസ് ചെയ്തിട്ടുള്ള കുക്കിംഗ് ടോപ്പാണ്. അപ്പം കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഇവിടെ അത്യാവശ്യം കെറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടാവും. ഇങ്ങനെ ടീ വെക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാം. അതുപോലെ നമുക്കൊരു തവ വെച്ച് കഴിഞ്ഞാൽ ആ തവയും നമുക്ക് ഇവിടെ ചൂടാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇത് ഭയങ്കരമായിട്ട് ഹീറ്റാവും. ഒരു കുക്ക് ടോപ്പ് പോലെ തന്നെ ഇത് ഹീറ്റാവും കേട്ടോ. ഇത് ഹീറ്റ് ആകുമ്പോഴത്തേക്കും ഫാൻ കറങ്ങി തുടങ്ങുമ്പോഴത്തേക്കും ആ എയർ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് ഈ ഫയർ പ്ലേസിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ റേറ്റിംഗ് കൂടുതലാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫയർ പ്ലേസ്. അപ്പം കുറച്ച് ഫ്യൂല് മാത്രം നമ്മൾ ഇട്ടാൽ മതി, സോളിഡ് ഫ്യൂൽ ഇട്ടാൽ മതി. ഇത് ഭയങ്കരമായിട്ട് ആ ചെറുതായതുകൊണ്ട് തന്നെ അത്രയും ഫ്യൂവലിനെ അത് നല്ല രീതിയിൽ കത്തിച്ചിട്ട് നമുക്ക് നല്ല ഔട്ട്പുട്ട് തരുന്ന ഫയർ പ്ലേസ് ആണ് കേട്ടോ. ഇതിനകത്ത് എനിക്ക് വളരെ ചെറിയ ഇതേ ഇടേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ ഫ്യൂല് മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഞാൻ എന്തൊക്കെയാണ് ഇട്ട് കത്തിക്കുന്നതെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ ഈ ഫയർ പ്ലേസിന്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ബാക്കിലാണ് ചിമ്മിനിയുടെ പൈപ്പ് പോകുന്നത്. അപ്പൊ ആ ചിമ്മിനിയുടെ പൈപ്പ് ഈ ഭിത്തിയുടെ ബാക്കിൽ കൂടെ അങ്ങ് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഫയർ പ്ലേസിന്റെ പൈപ്പ് എന്ന് പറയുന്നത്, ചിമ്മിനി പൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇവിടേക്ക് പോയിട്ട് ഇതിന്റെ അകത്തൂടെ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഫയർ പ്ലേസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഫയർ പ്ലേസിന് 2 വെന്റുകളുണ്ട്. ഇത് പ്രൈമറി വെന്റ് എന്ന് പറയും. ഇത് ഇങ്ങനെ തിരിക്കാൻ പറ്റും. ഇതിലേക്കുള്ള എയർ എത്രത്തോളം വേണം എന്നുള്ളതിന്റെ പ്രൈമറി വെന്റും പിന്നെ അതുപോലെ ഇവിടെ ബാക്കിൽ ഒരു സെക്കൻഡറി വെന്റും ഉണ്ട് കേട്ടോ. ഇത് ഓരോരോ മോഡ് സെറ്റ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് കത്തിക്കൊണ്ട് കിടന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മോഡുണ്ട്. അതുപോലെ മാക്സിമം ഔട്ട്പുട്ട് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മോഡുണ്ട്. ഇത് 0, 1, 2, 3, 4 എന്നാണ് എഴുതിയേക്കുന്നത്. അതിനകത്ത് 4 ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട്, ഹീറ്റ് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ മാക്സിമം ഫ്യൂവൽ കത്തും, അതുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് തരും. അതുപോലെ 3, 2, 1 എന്ന് പറഞ്ഞ് കുറഞ്ഞു വരുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് കുറവായിരിക്കും. അതുപോലെ ഓവർനൈറ്റ് ഒക്കെ കത്തിച്ചിടണമെന്നുണ്ടെങ്കിൽ 1 ഇട്ടിരുന്നാൽ മതി. അപ്പം 1 കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കുറവായിട്ട് നമുക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ ആ ഫ്യൂവൽ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ നീറി ആ കനൽ ഇങ്ങനെ നീറി കിടക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് പ്രൈമറി വാൽവാണ്. പ്രൈമറി എയർ ഇൻടേക്ക് വാൽവാണ്. ഇത് വൺസ് നമ്മൾ കത്തിക്കാൻ വേണ്ടി മാത്രം ഓപ്പൺ ആക്കുക, പിന്നെ ഇത് ഫുള്ള് ക്ലോസ് ചെയ്ത് വെക്കാം. നമുക്ക് വേണമെങ്കിൽ കത്തിക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം എയറിനെ അകത്തോട്ട് എടുക്കാൻ വേണ്ടിയാണ് ഇത് ഓപ്പൺ ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്, ഇതിപ്പോൾ ഓപ്പൺ ആണ് കേട്ടോ. പിന്നെ ഈ ഫയർ പ്ലേസിന്റെ കേസ് പറയുമ്പോഴത്തേക്കും ഇതൊരു ചെറിയ ഫയർ പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരൊറ്റ വാൽവേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരൊറ്റ എയർ ഇൻടേക്ക് വാൽവേ കൊടുത്തിട്ടുള്ളൂ. ഇതാണ്. ഇത് മാക്സിമം ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ മാക്സിമം എയർ അകത്തോട്ട് കയറിപ്പോവും. ഇത് മാക്സിമം ഇങ്ങനെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെട്ടം ഇതിന്റെ തീയുടെ ഇന്റൻസിറ്റി കുറഞ്ഞ് നല്ല രീതിയിൽ ചെറുതാക്കി ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ മൈൽഡായിട്ട് നിന്ന് കത്തി മാക്സിമം ഫ്യൂവലിന്റെ ഔട്ട്പുട്ട് തരും കേട്ടോ. മാക്സിമം ഡ്യൂറേഷൻ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ ആളി കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഓപ്പൺ ആക്കി വെക്കുക, പക്ഷെ പെട്ടെന്ന് ഫ്യൂവൽ തീർന്നു പോകും. അങ്ങനെയാണ്. ഇനിയിപ്പം ഫയർ പ്ലേസിനകത്ത് കത്തിക്കുന്ന ഫ്യൂവലിനെ കുറിച്ചാണ്. അപ്പം ഫ്യൂവലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 2 രീതിയിലുള്ള കാര്യങ്ങൾ പറയണം. ഒന്നെന്ന് പറയുന്നത് കത്താൻ സഹായിക്കുന്ന ഫ്യൂവലും ഉണ്ട്. പിന്നെ നമ്മൾ കത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ടോപ്പപ്പ് ചെയ്യുന്ന ഫ്യൂവലും ഉണ്ട് കേട്ടോ. അപ്പം ഈ ഇരിക്കുന്നത് ചെറിയ വിറകിന്റെ ഒക്കെ ഇങ്ങനെ പാളികളാണ്. അപ്പം ഇത് നമുക്ക് ഈ ചുള്ളിക്കമ്പ് പോലെ നമുക്ക് തീ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന ടൈപ്പ് ഐറ്റംസ് ആണ്. പിന്നെ അതുപോലെ ഈ ഇരിക്കുന്ന ഐറ്റം കത്താൻ സഹായിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി ഒരു മണ്ണെണ്ണയുടെയും ഒരു വാക്സിന്റെ ഒക്കെ ഒരു അംശം ഓൾറെഡി വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വെച്ചിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് തീ കൊടുക്കാം. ഇത് തന്നെ കത്താൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് ഇതും നമുക്ക് വെച്ചിട്ട് ഇതിനകത്ത് ഒരു പേപ്പറോ അല്ലെങ്കിൽ ചെറിയൊരു ഇതിനകത്ത് നമ്മൾ കത്താൻ സഹായിക്കുന്ന ഒരു ഐറ്റം വെച്ചാൽ ഇതും പെട്ടെന്ന് കത്തുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ഫ്യൂവല് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, പല ടൈപ്പ് വുഡുകൾ. ഇതെനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് വുഡ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതും ഇതുപോലെ സ്റ്റാർട്ടർ ലോഗാണ് കേട്ടോ. സ്റ്റാർട്ടർ ലോഗാണ്. ഇതിനകത്ത് ഓൾറെഡി ഒരു കത്തുന്നതിന്റെ ഒരു ഫ്യൂവല് മണ്ണെണ്ണയോ അല്ലെങ്കിൽ വാക്സോ അങ്ങനത്തെ എന്തോ ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഫ്യൂവല് നോക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനത്തെ സാധനങ്ങൾ നോക്കിയെടുക്കുന്നത്, എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ടാണ് ഞാൻ കത്തിക്കുന്നത്. അതുപോലെ ഇതെന്ന് പറയുന്നത് ഈ തടി പോലെ തന്നെയുള്ള ഐറ്റമാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് വാക്സോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതപ്പം തീ നന്നായിട്ട് കത്തി കഴിയുമ്പോഴത്തേക്കും അതിന്റെ കൂടെ വെച്ചിട്ട് ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അതുമല്ല ഇതിന് നല്ല രീതിയിൽ ഡ്യൂറേഷൻ കിട്ടും കേട്ടോ, നല്ല ടൈം കിട്ടും, നല്ല ഹീറ്റ് ഔട്ട്പുട്ടും തരും കേട്ടോ. അങ്ങനത്തെ ഐറ്റമാണ് അത്. ഓരോരോ ഫ്യൂവലിനും ഓരോരോ ഹീറ്റ് ഔട്ട്പുട്ടും ഉണ്ട് കേട്ടോ. ഈ തടിക്കുള്ളൊരു ഹീറ്റ് ഔട്ട്പുട്ട് ആയിരിക്കത്തില്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാക്ടറിന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വരുന്ന ഐറ്റംസിന്. അപ്പം ഓരോന്നിനും ഓരോ രീതിയിലുള്ള ഹീറ്റ് ഔട്ട്പുട്ട് ആണ് തരുന്നത്. അത് നമുക്ക് ഏതാണ് ബെറ്റർ എന്ന് നമ്മൾ തന്നെ കുറേ നേരം നമ്മൾ ഫയർ പ്ലേസിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ നോക്കി കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഞാൻ അങ്ങനെയാണ്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്യൂവൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത് ടർഫ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല സീസൺഡ് വുഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡിഫറെന്റ് ഫ്യൂവൽസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്യൂവൽ ഏതാണ് ലോങ് ഡ്യൂറേഷൻ തരുന്നത്, ഏതാണ് മാക്സിമം ഹീറ്റ് തരുന്നതെന്ന്
നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്നിട്ട് ആ ഫ്യൂവൽ നമ്മൾ പിന്നെ അങ്ങോട്ട് വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ആന്ത്രാസൈറ്റ് എന്ന് പറയുന്ന കോള് പോലത്തെ ഐറ്റമാണ് ഇത്. പിന്നെ ഇതെന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് കനൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കനലിന് വേണ്ടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനും തരുന്ന ഹീറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മറ്റേതിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പൊ ഏതാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് തരുന്നത്, ഏതാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് കുറവ് തരുന്നത് എന്നൊക്കെ നമുക്ക് ഒരു ഫ്യൂവൽ വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് നോക്കി സെലക്ട് ചെയ്യാം. അതുപോലെ ഗൂഗിളിൽ നോക്കിയാലും നിങ്ങൾക്ക് ഒരുപാട് ഹീറ്റ് ഔട്ട്പുട്ടിന്റെ ഡിഫറൻസ് കിട്ടും. പിന്നെ നമ്മുടെ ഫയർ പ്ലേസിന് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആഡ് ചെയ്യാം. ഈ ഫയർ പ്ലേസിന് വേണ്ടത് മാക്സിമം ഹീറ്റ് തരുന്ന ഐറ്റംസ് ആണ്, കാരണം ഇതൊരു വലിയ ഫയർ പ്ലേസ് ആണ്. അതുപോലെ വെള്ളമൊക്കെ ചൂടാക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഹീറ്റ് തരുന്ന ഇന്ധനങ്ങൾ ഇട്ട് കത്തിക്കുന്നതാണ് ഈ ഫയർ പ്ലേസിന് എപ്പോഴും നല്ലത്. അപ്പോഴാണ് മാക്സിമം ഹീറ്റ് ഔട്ട്പുട്ട് ഇത് തരുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ വെള്ളം ചൂടാവാനും റേഡിയേറ്ററിലായിട്ടൊക്കെ ഹീറ്റ് വരാനും ഒക്കെ നല്ലത് എപ്പോഴും മാക്സിമം ഹീറ്റ് തരുന്ന ഫ്യൂവൽസുകൾ ഇട്ട് കത്തിക്കുന്ന ഫയർ പ്ലേസ് ആണ്. അതുപോലെ ഇതിനകത്ത് ഫ്യൂവൽ കുറച്ചധികം ഇച്ചിരി വലിപ്പത്തിൽ വെച്ച് ആഡ് ചെയ്ത് കത്തിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ ഒരു ഫ്യൂവൽ മാത്രമല്ല, ഞാൻ ഇതെല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ടാണ് കത്തിക്കുന്നത്. അത് പിന്നെ ഞാൻ അപ്പുറത്തിരിക്കുന്ന ഫയർ പ്ലേസിൽ ഇതുപോലത്തെ ഒരു ഫ്യൂവൽ എനിക്ക് എടുത്താൽ മതി. സ്റ്റാർട്ടർ ലോഗ് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഹീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഫുള്ളായിട്ട് ഇട്ട് കത്തിക്കും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹീറ്റ് ആവും. അതല്ല പതുക്കെ ഹീറ്റ് മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ രണ്ടാക്കിയിട്ട് ഇതിന്റെ ഹാഫ് മാത്രം വെച്ചിട്ടാണ് കത്തിക്കുന്നത്. ആ ഹാഫ് വെച്ചിട്ട് ഏറ്റവും മൈൽഡായിട്ട് ഇതിന്റെ വെന്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ തന്നെ എനിക്ക് ഏകദേശം 1 മണിക്കൂറോളം ഇത് നിന്ന് കത്തി എനിക്ക് ടൈം കിട്ടും കേട്ടോ. പിന്നെ എനിക്ക് 1 മണിക്കൂർ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി ഹാഫ് കൂടെ ഞാൻ വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹീറ്റ് തരും. അതുപോലെ ഇതിനൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിനെനിക്ക് €1.75 ഉള്ളൂ. ആ €1.75 എനിക്ക് ഏകദേശം 2 മണിക്കൂറോളം ഇത് കത്തിക്കൊണ്ട് തന്നെ ഹീറ്റ് കിട്ടും. പിന്നെ ആ ഹീറ്റ് കിട്ടിയതിന് ശേഷം ആ ഹീറ്റ് ഇത് ഹോൾഡ് ചെയ്യും, കാരണം ഇത് കാസ്റ്റ് അയൺ ആണ്, നല്ല അയണാണ്. അപ്പോൾ ആ അയൺ ഹോൾഡ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഭയങ്കര കോസി ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഫയർ പ്ലേസിന്റെ ക്ലീനിങ് ടൂളുകളും അല്ലെങ്കിൽ നമ്മളെ ഈ കനലൊക്കെ ആകുമ്പോൾ അത് ഒതുക്കിയിടാനൊക്കെ ഉള്ള രീതിയിലുള്ള കുറച്ച് ടൂളുകൾ ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. അതിനകത്ത് ഈ ബ്രഷ് പോലത്തെ ടൂൾ എടുക്കുക, എന്നിട്ട് ഫയർ പ്ലേസ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇന്നലെ കത്തിച്ചതിൻ്റെ ബാക്കിയുള്ള ആഷസ് ഒക്കെ കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ ആഷ്ട്രേ എന്ന് പറയുന്നത്. ഇതാണ് ആഷ്ട്രേ. അപ്പോൾ ഇതിനകത്ത് ആഷുകൾ വന്ന് വീഴും. അപ്പോൾ അത് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി അതിനകത്ത് വന്ന് വീഴും. അതുമല്ല, അതിനുശേഷം കത്തിക്കഴിഞ്ഞതിന് ശേഷം വീഴാത്ത ആഷുകൾ നമ്മൾ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ചില ഫയർ പ്ലേസിന് ഓൾറെഡി ഇതിനൊരു ലിവർ കാണും. അപ്പോൾ ഇതിനകത്തെ ലിവർ ആ സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ലിവർ വേണമെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ച് അനക്കി കഴിഞ്ഞാൽ ഇത് അനങ്ങിയിട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വീഴും. പിന്നെ ബാക്കി വീഴാത്തത് മാത്രം താഴോട്ട് തട്ടിയിട്ടാൽ മതി. അത് ആ ഹാളിലെ ഫയർ പ്ലേസിന് അങ്ങനത്തെ ലിവർ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവിടെ ഇത് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഇതിലെ എല്ലാ സാധനങ്ങളും നമുക്ക് എടുക്കാം കേട്ടോ. ഇത് സർവീസ് ചെയ്യാൻ നേരം എന്ന് വെച്ചാൽ ഫയർ പ്ലേസും ചിമ്മിനിയൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്കും ഇവർ ഓരോ സാധനങ്ങളും എടുത്ത് ക്ലീൻ ആക്കി നമുക്ക് തന്നിട്ട് പോകും. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് ക്ലീനപ്പ് ചെയ്യാം. ഇങ്ങനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കാം. പിന്നെ പുറത്തോട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് തൂത്തിടാം, എന്നിട്ട് നമ്മൾ വാക്വം ചെയ്ത് കളഞ്ഞാൽ മതി. ഇതെല്ലാ ദിവസവും അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഒത്തിരി ആഷസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടേ കത്തിക്കത്തുള്ളൂ, കാരണം എനിക്ക് ഇതൊക്കെ ഈ പരിപാടിയൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് കത്തിക്കാൻ നോക്കുന്നത് മാക്സിമം. പിന്നെ നമുക്ക് ഈ ഡോറ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിന് ഫയർ പ്ലേസ് ക്ലീനിങ് സൊല്യൂഷൻ കിട്ടും കേട്ടോ. ആ സൊല്യൂഷൻ വെച്ചിട്ട് ഇത് ഒത്തിരി ഡാർക്ക് ആവുക എന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കളയാം കേട്ടോ. ഇത് ഒത്തിരി ഡാർക്ക് ആവുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫയർ പ്ലേസ് പ്രോപ്പറായിട്ട് കത്തുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് അതിനകത്ത് കരി ഫോം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഓൾറെഡി ഇതാണ്ട് ക്ലീൻ ആണ്. അപ്പം ഫയർ പ്ലേസ് അത്യാവശ്യം നല്ല രീതിയിൽ കത്തുന്നുണ്ട്, അതാണ് അതിൻ്റെ മീനിങ്. മറ്റേന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഡാർക്ക് ആവും ചിലത്. അപ്പം നമ്മൾ ഫയർ പ്ലേസിൽ നമ്മൾ വെന്റുകളൊക്കെ ഓപ്പൺ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫ്യൂവൽ കത്താൻ വേണ്ടി നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ആൽക്കഹോൾ വൈപ്പ് കിട്ടിയാൽ അതും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കളയാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. അതല്ല നമുക്ക് ഫയർ പ്ലേസ് ക്ലീനിങ് സൊല്യൂഷനും കിട്ടും, ഈ ഗ്ലാസ് ക്ലീനിങ് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അത് വെച്ചാലും നല്ല രീതിയിൽ ക്ലീൻ ആവും.
ഇതാണ് സ്റ്റൗ ഗ്ലാസ് ക്ലീനർ. ഇതെല്ലാ ദിവസവും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്നു വേണ്ട. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോയ്ക്ക് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, എന്നിട്ട് ഇതുപോലത്തെ ഒരു ഐറ്റം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ മതി, അപ്പോഴേ ക്ലീൻ ആയിക്കോളും. എന്നിട്ട് ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്ത് കളയുക, അത്രേ ഉള്ളൂ. പിന്നെ ആഷ്ട്രേ ഫുള്ളാകുമ്പോഴത്തേക്കും നമ്മളെടുത്തിട്ട് അത് പുറത്തെവിടെയെങ്കിലും അല്ലെങ്കിൽ സേഫായിട്ടുള്ള സ്ഥലത്ത് തട്ടിക്കളയാം കേട്ടോ. ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ ഞാനിത് കത്തിക്കാൻ പോവാണ് കേട്ടോ, ഫയർ പ്ലേസ്. അപ്പോൾ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇതുപോലത്തെ തടിയൊക്കെ കിട്ടുവാണെങ്കിൽ ആദ്യം 2 തടി എടുക്കും. ആ തടി നമ്മൾ ആദ്യം 2 തടി ഇങ്ങനെ വെക്കും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വെക്കാം. ഈ വെച്ച് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിലാണ് ഇതിൻ്റെ ഫണ്ണെന്ന് പറയുന്നത്. ഒരു രസമാണ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് അതിനകത്ത് ഓരോന്ന് കത്തിക്കുന്ന ആ ഒരു രസവും, പിന്നെ ഇത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പൊട്ടലും ചീറ്റലും അതെല്ലാം നമുക്ക് ആ ഒരു രസമാണ് അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ. അപ്പം ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും എടുക്കത്തില്ല. വളരെ 5-6 മിനിറ്റ് കൊണ്ട് തന്നെ പരിപാടി സെറ്റ് ചെയ്ത് ഞാൻ കത്തിക്കും കേട്ടോ. അപ്പം ഇതാദ്യം ഇങ്ങനെ ഒരു സ്പേസിൽ ഇങ്ങനെ വെക്കും. പിന്നെ നമുക്ക് കനലിന് വേണ്ടി കുറേ ഇതുപോലത്തെ കനൽ അതിൻ്റെ നടുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ആന്ത്രസൈറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ കോളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അതതിൻ്റെ നടുക്കോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഭയങ്കര ചീപ്പാണ്. ഏകദേശം 18 യൂറോയേ ഉള്ളൂ ഒരു ബാഗിന്. അതിന് 20 കിലോയുടെ ബാഗാണ്. 20 കിലോയുടെ ബാഗ് 20 യൂറോ അല്ലെങ്കിൽ 18 യൂറോയ്ക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ കനലിന് വേണ്ടി ഡിപ്പെൻസ് ഓൺ ചൂടാണേ. നമുക്ക് മാക്സിമം ചൂട് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചേക്കും. പിന്നെ ഇത് നമ്മുടെ ഫയർ ലൈറ്ററാണ്, ഫയർ ലൈറ്റേഴ്സ്. അത് നമ്മുടെ ഇതുണ്ട്, ഇതിനകത്ത് ഇങ്ങനെ ഫയർ ലൈറ്റേഴ്സ് വരും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഇങ്ങനെ പൊട്ടിക്കുക, അവിടെ ഇടയ്ക്കോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കത്താൻ സഹായിക്കുന്ന ഈ ചുള്ളിക്കമ്പ് പോലെ ഇരിക്കുന്ന ഈ സാധനം അത് കുറച്ചെടുക്കുക, അത് ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇട്ടേക്കുക. ഇത് ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കത്തിച്ചാൽ മതി. ഇത് അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടർ ലോഗ് മാത്രം ജസ്റ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കത്തിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂവൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഈ സ്റ്റാർട്ടർ ലോഗ് കത്തുന്നതിൻ്റെ ചുറ്റുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂവല് തടികളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ചെയ്യാം കേട്ടോ. ഇത് ഇനിയിപ്പോൾ അടുത്തത് ഞാൻ എടുക്കുന്ന ഇതുപോലത്തെ സാധനം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇവിടെയും കൂടെ വെച്ച് കൊടുക്കും. കാരണം കത്തി വരുമ്പോഴത്തേക്കും തീ കയറി പിടിക്കാൻ വേണ്ടി. എന്നിട്ട് കത്തി ഉടനെ ഇത് ക്ലോസ് ചെയ്യരുത്. കുറച്ച് കത്തി കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് കത്തി പിടിച്ചതിന് ശേഷം ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം കുറച്ച് വായു അകത്തോട്ട് കയറിയിട്ട് ഇത് കത്തുന്ന നല്ല രീതിയിൽ ഒന്ന് കത്തി പിടിക്കണം. എന്നിട്ട് ക്ലോസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ബെറ്റർ എന്ന് തോന്നുന്നു കേട്ടോ. ഞാനങ്ങനെ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇതപ്പം നമ്മുടെ ഫയർ പ്ലേസ് നല്ല രീതിയിൽ കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പ്രൈമറി വെൻറ്റ് ഫുൾ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് മാക്സിമം ഹീറ്റ് ഔട്ട്പുട്ട് എന്നുള്ള മോഡിലാണ് വേണ്ടത് കേട്ടോ. അതുകൊണ്ട് ഞാൻ സെക്കൻഡറി വാൽവ് 0-യിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി 1, 2, 3, 4 എന്നുള്ള ആ മോഡിലേക്ക് തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം 4 എന്ന് പറയുന്നത് മാക്സിമം ഹീറ്റ് ഔട്ട്പുട്ട് ആണ് കേട്ടോ. പ്രൈമറി വാൽവ് ഫുൾ ഓപ്പൺ ആക്കിയും വെച്ചു. ഇത് നല്ല രീതിയിൽ കത്തി കനൽ പോലെ ആകുമ്പോഴത്തേക്കും എനിക്ക് പ്രൈമറി വാൽവ് ഫുള്ളായിട്ട് എനിക്ക് ക്ലോസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയാണ് വെച്ചേക്കുന്നത്. മാക്സിമം ഹീറ്റ് പെട്ടെന്ന് കത്തി എല്ലായിടവും നല്ല രീതിയിൽ കനലൊക്കെ ആവാൻ വേണ്ടി കേട്ടോ. അതാണ് ഞാൻ ഈ ഫയർ പ്ലേസിൽ ചെയ്യുന്നത്. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഇതിനകത്ത് കരി പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഗ്ലാസ്സിൽ കരി പിടിക്കുന്നു എന്നുണ്ടെങ്കിലും, ഇതിനകത്ത് ഫുള്ള് പുകയായിട്ടൊക്കെ വരുന്നു എന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്ന ഈ വാൽവും കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം കുറച്ചുകൂടെ എയർ അതിനകത്തേക്ക് വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രോപ്പറായിട്ട് കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് വാൽവ് മാക്സിമം ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കരിയൊക്കെ പതുക്കെ അങ്ങ് പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കത്തും. ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് കത്തുന്നത്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമുക്ക്. ഇനിയിപ്പോൾ നമ്മളെ ഹാളിൽ കത്തിക്കാൻ വേണ്ടി ഞാൻ ഈ സ്റ്റാർട്ടർ ഫയർ ലോഗ് 2 ആക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, 2 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 2 ആക്കിയതിൽ ആക്കിയതിൽ നിന്ന് അതിൻ്റെ അകത്തിരിക്കുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രണ്ടിലിട്ട് കത്തിക്കാം കേട്ടോ. അതെ,
ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് നമുക്ക് കത്താനായിട്ടൊന്നും ഉപയോഗിക്കുകയൊന്നും വേണ്ട, കാരണം ഇത് ഓൾറെഡി കത്തിക്കോളും. ഇതിനകത്ത് വിത്ത് വാക്സോ അല്ലെങ്കിൽ കെറോസിനോ അങ്ങനെ എന്തോ ഒരു അംശം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഏകദേശം ക്യാൻഡിൽ പോലെ തന്നെ ഇരുന്ന് കുറേ നേരം കത്തിക്കോളും കേട്ടോ, കാരണം നീളത്തിലിരിക്കുന്നതുകൊണ്ട്. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ പ്രതല വിസ്തീർണം, സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കത്തും. ഇതാകുമ്പോൾ ക്യാൻഡിൽ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പതുക്കെ കത്തി താഴോട്ട് പോകും. കണ്ടോ, അതിനകത്ത് തന്നെ കത്താനായിട്ട് എന്തോ വാക്സോ കാര്യങ്ങളോ എന്തോ ഈ സ്റ്റാർട്ടർ ലോഗിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതിനകത്ത് തന്നെ അങ്ങ് തീ കൊടുത്താൽ മതി, അത് പതുക്കെ ഇങ്ങ് കത്തിക്കോളും. ഫ്രണ്ട്സ്, അപ്പം ഞാനിത് അടച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ നല്ല അടിപൊളിയായിട്ട് കത്തുവാണേ. ഇതിൻ്റെ ഈ വെൻറ്റ് നമുക്ക് തിരിച്ചിട്ട് ഇതിനകത്ത് കുറച്ചുകൂടെ തീ വേണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു കൊടുത്താൽ പതുക്കെ നല്ല രീതിയിൽ കാറ്റകത്തോട്ട് കയറിയിട്ട് നല്ല രീതിയിൽ കത്തും. ഇതിപ്പോൾ ഞാൻ മൈൽഡായിട്ടാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്, അപ്പോൾ അതിങ്ങനെ തന്നെ ഇരുന്ന് കത്തിക്കോളും കേട്ടോ. കാരണം തീയുടെ ഒരു സ്ലോ ആയിട്ട് കത്തുന്ന രീതിയിൽ തീ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഫാസ്റ്റായിട്ട് കത്തുന്ന രീതിയിൽ തീ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അണഞ്ഞ് കത്തി തീർന്നു പോകും. ഫ്രണ്ട്സ്, ഇവിടെ ഏകദേശം ഫാൻ കറങ്ങി തുടങ്ങി കേട്ടോ. ഏകദേശം അരമണിക്കൂറായി. ഞാൻ 5:35 ആയപ്പോഴത്തേക്കുമായിരുന്നു തീ കത്തിച്ചത്. ഇപ്പോൾ ഏകദേശം 6:10 ആവാറായപ്പോൾ തന്നെ ഇവിടെ ഹീറ്റ് വന്ന് തുടങ്ങി നല്ല രീതിയിൽ. അപ്പം ഫാൻ ഏകദേശം കറങ്ങി തുടങ്ങി. അതിൻ്റെ അർത്ഥം ഇവിടെ നല്ല ഹീറ്റ് ഉണ്ട്, നമുക്ക് തൊടുമ്പോൾ അറിയാം. കുറേ നേരം ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഉണ്ടോ, ഇതിൻ്റെ പകുതി പോലും കത്തിയിട്ടില്ല. ഇനിയും ഇഷ്ടംപോലെ കത്താൻ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഏകദേശം 1.75 ഒരു പീസാണ് ഞാൻ വാങ്ങിയത് കടയിൽ നിന്ന്. അതിനെ ഹാഫ് ആക്കിയിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഈ സ്റ്റൗവിൻ്റെ എഫിഷ്യൻസി അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അത്രത്തോളം എഫിഷ്യൻ്റ് ആണിത്. അപ്പോൾ ഇത് ഏകദേശം 2 മണിക്കൂർ ഈസി ആയിട്ട് എനിക്ക് ഹീറ്റ് തരും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതാണ് ഈ ഫയർ പ്ലേസിൻ്റെ നല്ല സ്റ്റൗ ഒക്കെ ആണെങ്കിൽ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത്.